ഹായ് ഗൈസ്, ഞാൻ ഇപ്പം എന്തിനാ വന്നിരിക്കണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു കോഴിക്കുട്ടിയാണ് കണ്ടോ. ഇതിന് കാപ്പിരി എന്നൊക്കെ പറയും, കാപ്പിരിയിൽ പെട്ടതാണ്. ഇതിൻ്റെ കണ്ണിന് കണ്ടോ, കണ്ണിന് ചെറുതായിട്ടൊരു ഇതുണ്ടോ. അതുപോലെ തന്നെ ഇത് ഈ സൈഡുണ്ടാവും. ഈ സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡ് അടഞ്ഞിരിക്കണുണ്ടല്ലേ, ഈ സൈഡ് അടഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറച്ച് ദിവസമായത് ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഇതിന് ഏത് മരുന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിത് കൊടുക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായി, മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏത് മരുന്ന് ഞാൻ ഒഴിക്കൽ, ഏത് മരുന്ന് കണ്ണിലാക്കൽ, എങ്ങനെയാണ്, എത്ര നേരമാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാനിതിപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ ഇട്ടിച്ച് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നേ, യൂസ്ഫുള്ളായിട്ടൊരു കാര്യമാണല്ലോ, ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് മാറ്റി ഇട്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കോഴിക്കുട്ടികൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മാറ്റി ഇട്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ തീറ്റ, വെള്ളം ഒക്കെ നമ്മൾ ഈ കുള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഏത് മരുന്ന് നമ്മൾ യൂസ് ചെയ്യാറെന്ന് പറഞ്ഞുതരാം ഇനി. ഓക്കെ, ഏറ്റവും ബെറ്റർ അസുഖം വരുന്നതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുള്ളിലേക്ക് മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, ഞാൻ മരുന്ന് ഏതാണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട, അതായത് കോഴികൾക്ക് ആവശ്യമായ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ അത് മുന്നേ നമ്മൾ മേടിച്ച് വെക്കണത്, കുറച്ച് മരുന്നുകൾ മേടിച്ച് വെക്കണം. അപ്പോൾ നമ്മളിലുള്ളത് അത്യാവശ്യം നമ്മളതിൽ സ്റ്റോക്കുള്ള മരുന്നാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മൊത്തമായിട്ടൊരു വീഡിയോ ഞാൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത്, ഈ കോഴിക്കുട്ടിൻ്റെ കണ്ണ് ഒരു സൈഡ് അടഞ്ഞിട്ടില്ലേ, രണ്ട് സൈഡും ചിലത് അടയും, ഒരു സൈഡാണ് അധികം അടയാറ്. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ഞാൻ വെച്ചാൽ അതിൻ്റെ മരുന്നിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയണ പോലെയാണ് ഞാനിപ്പോൾ കോഴി വീണ്ടും പോകുന്നു. അപ്പോൾ എനിക്കറിയണ പോലെ ഞാനിത് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് കുറച്ച് നമ്മളിലുള്ള മരുന്ന്. പിന്നെ നമ്മളിലുള്ള മരുന്ന്, അത് നമ്മൾ കൊടുക്കേണ്ട മരുന്ന് എന്താ, സിപ്ലോക്സ് ഡി. കോഴി പറയാനായിട്ടില്ല, സിപ്ലോക്സ് ഡി പറഞ്ഞ ഇതാണ് മരുന്ന് ഉണ്ടോ. ഇതാണ് മരുന്ന്, നമ്മൾ ഇതാണ് കൊടുക്കാറ് കേട്ടോ. ഇതിന് ചെറിയ വില എന്തോ ഉള്ളൂ കേട്ടോ. അത് അവിടെ എത്ര, 26 രൂപ. 26 രൂപ എന്തോ ഉള്ള ഈ മരുന്നിന് വരുന്നത് കേട്ടോ. കണ്ടോ, 26 രൂപ ഉള്ള ഇതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതാണ് മരുന്ന്. അതിൻ്റെ ബോക്സും ഉള്ളിലുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് രണ്ട് നേരം യൂസ് ചെയ്യുക. എന്നു വെച്ചാൽ ഒന്നിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെ 2 നേരം യൂസ് ചെയ്യുക. പിന്നെ അത് വെച്ചാൽ പിന്നെ ഏത് കണ്ണാണോ അടഞ്ഞിരിക്കണത്, കൂടുതലായിട്ട് അടഞ്ഞിരിക്കണത്, അതിൽ ഒരു തുള്ളി 2 തുള്ളി ഒട്ടിച്ചു കൊടുക്കുക. ഏത് അടഞ്ഞിരിക്കണ കണ്ണിൽ 2 തുള്ളിയും പിന്നെ മറ്റേതിൽ 1 തുള്ളി ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഒപ്പമുള്ള കോഴിക്കുട്ടികൾക്ക് ഓരോ തുള്ളി വെച്ചിട്ട് 2 കണ്ണിലും. ഇനി അതായത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകരുതലായിട്ടാണ് നമ്മളത് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ വെച്ചാൽ മനസ്സിലായില്ല. അപ്പോൾ ഒരു കണ്ണിൽ അടഞ്ഞിരിക്കുന്ന കണ്ണിൽ 2 തുള്ളി, മറ്റേ കണ്ണിൽ 1 തുള്ളി, അത് രാവിലെയും വൈകുന്നേരം. പിന്നെ ഉച്ചക്ക് മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്കറിയില്ല അതിനെ പറ്റി. അറിയണ ആരെങ്കിലും പറയാം പറ്റുമല്ലേന്ന്. അപ്പം ഞാനങ്ങനെ രാവിലെയും വൈകുന്നേരം ഞാൻ കൊടുക്കാറ്. അതുപോലെ തന്നെ ചിലതുണ്ടാവും അതിൽ കണ്ണിൽ പഴുപ്പായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ പഴുപ്പെടുത്ത് കളയണം. പഴുപ്പ് പ്രസ് ചെയ്ത് ഉള്ളുന്ന ആ പഴുപ്പ് കളഞ്ഞിട്ട് എന്നിട്ട് വേണം നമ്മളത് എന്ത് ചെയ്യാൻ, ആ മരുന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ വരെ പിന്നെ അതിന് മുന്നേ നമ്മൾ വേറൊന്നാണ് ഇത് ബോറിക് ആസിഡ്. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഇത് ചെറിയൊരു കുറച്ച് വെള്ളത്തിൽ ഒരു പൊടി അതിലിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെറിയൊരു തുണി എടുത്താൽ നമ്മളത് എന്ത് ചെയ്യാൻ, ആ മരുന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ വരെ പിന്നെ അതിന് മുന്നേ നമ്മൾ വേറൊന്നാണ് ഇത് ബോറിക് ആസിഡ്. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഇത് ചെറിയൊരു കുറച്ച് വെള്ളത്തിൽ ഒരു പൊടി അതിലിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെറിയൊരു തുണി എടുത്താൽ കണ്ണിൻ്റെ പുറവും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. വെള്ളം മുക്കി, അതായത്
ഒന്ന് മുക്കി ഒന്ന് തുടച്ചു കൊടുക്കുക. കണ്ണിൻ്റെ ആ സൈഡ് ഉണ്ടാക്കുക ഒന്ന് തുടച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ഇനി വലിയ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ കോഴിക്കുട്ടിക്ക് പഴുപ്പ് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മുൻകരുതലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ആ തുള്ളി മരുന്ന് ഒട്ടിക്കാൻ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതാണ്. ഇപ്പം എനിക്ക് അറിയണ പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു വീഡിയോ എന്ന് പ്രതീക്ഷിച്ചുണ്ട്. മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. അതായത് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. മാക്സിമം എന്താ എല്ലാവരും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ കമൻറ്റിൽ പറയുക. എന്നാലും എനിക്ക് ഇതിന് അടുത്ത വീഡിയോ അതിനെപ്പറ്റി നേരെ ഒരു വിഷയം തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.